ഒരു പാവയ്ക്കുണ്ട്, നമുക്കൊന്ന് വറുത്തരച്ച് കറി വെക്കാം. ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. തേങ്ങ കൊത്തിട്ട് കൊടുക്കാവേ. വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൊത്തിയിരുന്നത്, ചെറിയുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഈ ഒപ്പം തന്നെ നമ്മുടെ പാവയ്ക്കയും കൂടെ ഇട്ട് വഴറ്റണം കേട്ടോ. ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് തീയിൽ വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടട്ടെ. നമ്മുടെ പാവയ്ക്കയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തില് പുളി എടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെന്തോട്ടെ. മൂടി വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരു പണിയും കൂടെ ഉണ്ട്. വേറൊരു പാൻ അടുപ്പ് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് ഇളക്കി, നമ്മുടെ തേങ്ങാപ്പീരയൊക്കെ മൂത്ത് വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ. 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കാവേ. തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുത്തുണ്ട്.